എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ എത്താത്തതിനെ തുടർന്നാണ് ലിസ്റ്റ് വൈകിയത്. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങൾ ഉണ്ടായില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വിസ്മയം കാത്താണ് പ്രഖ്യാപനം നീട്ടിയതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കെ. സുധാകരൻ വിഷയത്തിൽ വി.ഡി. സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണം യു.ഡി.എഫ് ആരംഭിച്ചു കഴിഞ്ഞു. സി.പി.ഐ.എമ്മിൽ വലിയ കലാപം നടക്കുന്നു. മാധ്യമങ്ങൾ കുറച്ച് അവിടെ കൂടി ശ്രദ്ധിക്കണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതിരുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അസൗകര്യം കൊണ്ടാണ്. 48 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ചിരുന്നു. ചരിത്രത്തിലാദ്യമായി 2 ദിവസം കൊണ്ട് 95 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു അവസരവുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. അതിമനോഹരമായി ടീം യു.ഡി.എഫ് ആണെന്ന് തെളിയിച്ചുകൊണ്ട് 140 സീറ്റുകളും പങ്കിട്ടെടുത്തു. 2 ദിവസം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി. എൽ.ഡി.എഫിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. സി.പി.ഐ.എമ്മിൽ ഉണ്ടായ പോലെ കലാപം വേറെ ഏതു പാർട്ടിയിലാണ് ഉണ്ടായിരിക്കുന്നത്? കേഡർ പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തി. സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഫലിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. 10 വർഷത്തിനു ശേഷം സി.പി.ഐ.എം തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സി.പി.ഐ.എമ്മിലെ മുതിർന്ന നേതാക്കൾ സി.പി.ഐ.എമ്മിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കും. ഈ സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.